ലൈംഗിക പരാതിയിൽ കേസെടുത്തെങ്കിലും മുകേഷ് എംഎൽഎയുടെ രാജി സിപിഎമ്മിന്റെ പരിഗണനയിലില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാജിക്കാര്യം ചർച്ച ചെയ്തില്ല. നാളത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ അജണ്ടയിൽ വിഷയം ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആരെങ്കിലും വിഷയം ഉന്നയിച്ചാൽ ചിലപ്പോൾ പരിഗണിച്ചേക്കും. മുകേഷിന്റെ രാജി പരസ്യമായി ആവശ്യപ്പെട്ട ആനി രാജയ്ക്കെതിരെ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത്. മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന പൊതു അഭിപ്രായത്തിലാണ് സിപിഎം നേതൃത്വമുള്ളത്. പരാതി നൽകിയ നടി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചില രേഖകൾ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും മുകേഷ് ധരിപ്പിച്ചിട്ടുണ്ട്. എഫ്ഐആർ റദ്ദാക്കാൻ കോടതിയെ സമീപിച്ചാൽ അത് നിലനിൽക്കുന്ന തരത്തിലുള്ള രേഖകൾ മുകേഷിന്റെ പക്കലുണ്ടെന്നാണ് പാർട്ടി വിലയിരുത്തൽ. അതുകൊണ്ട് രാജിക്കാര്യത്തിൽ കുറച്ചു കാത്തിരിക്കാനാണ് സിപിഎമ്മിന്റെ തീരുമാനം. കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കടുത്ത മത്സരം നേരിടേണ്ടിവരും എന്നതാണ് സിപിഎമ്മിന്റെ ഒരു പ്രശ്നം. യുഡിഎഫ് എംഎൽഎമാർക്കെതിരെ ആരോപണമുയർന്നപ്പോൾ രാജിവെച്ചില്ല എന്നതായിരുന്നു സിപിഎം പരസ്യമായി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനിടെ മുകേഷിന്റെ രാജിക്കാര്യത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് രംഗത്തെത്തി. യുഡിഎഫ് എംഎൽഎമാർ രാജിവെക്കാത്ത കാര്യം പറഞ്ഞ് ന്യായീകരിക്കുന്നതിനെ ബൃന്ദ വിമർശിച്ചു. നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങളും ചെയ്യില്ല എന്ന വാദം തെറ്റാണെന്നും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ ബാലിശവാദങ്ങൾ ഉയർത്തി പ്രതിരോധിക്കരുതെന്നും സിപിഎം വെബ്സൈറ്റിൽ എഴുതിയ ലേഖനത്തിൽ ബൃന്ദ കാരാട്ട് പ്രതികരിച്ചു. സിനിമയിൽ സ്ത്രീകൾക്ക് സുരക്ഷിത അന്തരീക്ഷം വേണമെന്ന് ബൃന്ദ കാരാട്ട് പറയുന്നുണ്ട്. എന്നാൽ പ്രതികരണത്തിന് പ്രകാശ് കാരാട്ട് തയ്യാറായില്ല. അതേസമയം രാജി ആവശ്യപ്പെട്ടുള്ള സിപിഐയുടെ സമ്മർദ്ദം സിപിഎമ്മിൽ പ്രതിസന്ധിയുണ്ടാക്കുന്നുണ്ട്. സംസ്ഥാന നേതൃത്വം രാജി ആവശ്യപ്പെടുന്നതിന് മുൻപ് ആനി രാജ ഇക്കാര്യം പരസ്യമായി പറഞ്ഞതിൽ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുമുണ്ട്. ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ സിപിഐക്ക് നേതൃത്വമുണ്ട് എന്നൊക്കെ പറയും. ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് സിപിഐക്കില്ല. നാളെ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തോടെ മുകേഷിന്റെ രാജിക്കാര്യത്തിൽ സിപിഎമ്മിന്റെ നിലപാടിൽ വ്യക്തതയുണ്ടാകും. മീഡിയ 1 തിരുവനന്തപുരം.